ഹലോ. അപ്പോൾ മക്കളെ, കൂർക്ക നന്നാക്കാനുള്ള പുതിയ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഒരു ലൈക്കും ചെയ്യണേ. ഇത് പുതിയ അറിവൊന്നുമല്ല, നമ്മൾ വല്യമ്മമാർക്കും ഉമ്മമാർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. ഈ കൂർക്ക നന്നാക്കാൻ അറിയാത്ത കാരണം ഞങ്ങൾ വീട്ടിൽ കൂർക്ക വാങ്ങിക്കാറേ ഇല്ല. പക്ഷെ അത് നന്നാക്കാനുള്ള മടി കൊണ്ട്. അപ്പോൾ ഇനി ആ മടി ആർക്കും വേണ്ട, ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. അപ്പോൾ ആദ്യം വേണ്ട, ചെറിയ ചെറിയ കൂർക്കയാണിത്. അപ്പോൾ ഇതൊക്കെ നന്നാക്കാൻ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് നന്നാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ലൊരു എളുപ്പ വഴിയാണിത്. വരും. അപ്പോൾ അതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പഴയ തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഒരു പഴയ നല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു തുണി എടുക്കുക. തോർത്തുമുണ്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ കുറച്ച് കൂർക്ക ഇതിലേക്ക് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇടരുത്, കുറേശ്ശെ ഇട്ടിട്ട് ഇതങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ തോർത്തുമുണ്ട് മടക്കി വെച്ച് അത് നന്നായിട്ട് ഇങ്ങനെ വരുത്തുക. നല്ല കൈ വെച്ച് നന്നായിട്ട് തിരുമ്മുക. അങ്ങനെ 1-2 സെക്കൻഡ് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് തിരുമ്മുക. വേണമെങ്കിൽ 2 തല്ലൊക്കെ തല്ലാം, 2 കൂട്ടി പിടിച്ചിട്ട് പൊറോട്ട അടിക്കണ പോലെ 2 അടിയൊക്കെ കൊടുത്ത് നന്നായിട്ട് തിരുമ്പിയിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂർക്ക റെഡി ആയിട്ടുണ്ട്. കൂർക്ക കുഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഓരോന്നും അത്യാവശ്യം നല്ല തോലൊക്കെ പൊരിക്കുന്നു. ഇനി നല്ല വൃത്തിയിൽ കഴുകുമ്പോൾ നല്ല വൃത്തിയിൽ ഒരുത്തി കഴുകിയ ബാക്കിയുള്ള തോലും കൂടെ പോകും. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനി കൂർക്ക നന്നാക്കാൻ അറിയില്ല എന്ന് പറയരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.